ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? അവനോട് കരുണ കാണിച്ചവനെന്ന് മറുപടി. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സമരിയക്കാരൻ്റെ ഉപമ. വീണ്ടും വീണ്ടും കണ്ട സിനിമ കാണാൻ ത്രില്ലില്ല. കഥ അറിയാം, ക്ലൈമാക്സ് അറിയാം, കഥാപാത്രങ്ങളെ അറിയാം. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഒരു നല്ല അയൽക്കാരനായിരിക്കണം. നിന്റെ മുന്നിൽ എപ്പോഴും ഏതു നേരത്തും സഹായത്തിനായി ആരും വരാം. സമരിയക്കാരൻ കരുണ കാണിച്ച് കടക്കാരനായി. സമരിയക്കാരൻ പ്രസന്നതയോടെ കരുണ കാണിച്ചു. നമ്മൾ കരുണ കാണിക്കുന്ന ഒരു രീതിയൊന്ന് നോക്കാം. ഒരു അപകടം പറ്റി. അയാളെ കാണാൻ പോകും. താടിക്ക് കൈ കൊടുത്തൊരു നിൽപ്പും. കഷ്ടമായി പോയല്ലേ, എന്നാലും എന്തേ ഇങ്ങനെ? ശരിക്കും അയാളെ ദ്രോഹിക്കല്ലേ, സങ്കടം ഇരട്ടിപ്പിക്കല്ലേ? കരുണ കാണിക്കുകയാണെന്നാണ് പറയുന്നത്. അയാളെ കണ്ടു കഴിഞ്ഞ് പോരുമ്പോൾ അയാൾ ഏതവസ്ഥയിലായിരിക്കും? ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായിരിക്കും. സത്യമല്ലേ? ചില നേരത്ത് നമ്മൾ കരുണ കാണിക്കും. താൻ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ പേരിൽ ആ പാവം മനുഷ്യനെ വർഷങ്ങളോളം അവസരം കിട്ടുമ്പോൾ ബ്ലാക്ക് മെയിലിങ്ങും. ഈ കരുണ കാണിച്ച് രണ്ടു പേർക്കും ആത്മാഭിമാനമുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെ തകർക്കാത്ത തരത്തിൽ സന്തോഷത്തോടെ നിനക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? രണ്ട് അയൽക്കാർ തമ്മിൽ വഴക്കാണ്. ഒരുവൻ്റെ പറമ്പിലേക്ക് അപ്പുറത്തെ പറമ്പിലെ പ്ലാവും മറ്റു മരങ്ങളും വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. കുറേ പ്രാവശ്യം മുറിക്കാൻ പറഞ്ഞു. സൗകര്യമില്ല എന്നാണ് മറുപടി. കേസ് വക്കീലിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇതെല്ലാം കേട്ട് മറുപടി പറഞ്ഞു. പ്ലാവിൻ്റെ കൊമ്പിന് നല്ല ഉറപ്പുണ്ടോ? ആ, ഉണ്ട്. എങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ആ പ്ലാവിൻ്റെ കൊമ്പ് നിൽക്കുന്ന തണലില്ലേ, അവിടെ നിങ്ങളെല്ലാവരും കൂടി കസേരയിട്ട് ചായ കുടിച്ച് സന്തോഷമായി സംസാരിക്കുകയൊക്കെ ചെയ്യൂ. ആ കൊമ്പിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ട് അതിൽ തൻ്റെ ഭാര്യയെ ഇരുത്തി ഒന്ന് ഊഞ്ഞാലാട്ടുകയും ചെയ്യുക. വേഗത്തിൽ മറുപടി കിട്ടും. വക്കീൽ പറഞ്ഞത് കേട്ട് അയാൾ അതുപോലെ ചെയ്തു. ഒരാഴ്ച തികയുന്നതിന് മുൻപേ ഇനി ആ വീട്ടിലേക്ക് ഒരു കാലത്തും വരാൻ സാധ്യതയുള്ള കൊമ്പ് പോലും അയൽക്കാരൻ മുറിച്ചു കളഞ്ഞു. ഇതും നമ്മൾ കണ്ടുമുട്ടുന്ന അയൽക്കാരനാണ് കേട്ടോ. ദേശാടന പക്ഷികൾ സമുദ്രത്തിന് മുകളിലൂടെ അങ്ങകലെയുള്ള ഒരു ദ്വീപ് ലക്ഷ്യമാക്കി പറക്കുകയാണ്. പറന്ന് പറന്നൊരു കുഞ്ഞിക്കിളിക്ക് വയ്യാതായി. കുഞ്ഞിക്കിളി പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ, എന്നെ നോക്കേണ്ട. മറ്റു പക്ഷികൾ വേഗത്തിൽ പറന്നുപോയി. കുഞ്ഞിക്കിളി സമുദ്രത്തിലേക്ക് വീണു. കുഞ്ഞിക്കിളിക്ക് ഓർമ്മ വരുമ്പോൾ കുഞ്ഞിക്കിളി എത്തേണ്ട ദ്വീപിനടുത്തെത്തിയിരിക്കുന്നു. താൻ വീണത് ഒരു തിമിംഗലത്തിൻ്റെ പുറത്തായിരുന്നു. ആ തിമിംഗലം കുഞ്ഞിക്കിളിയെ ദ്വീപിലെത്തിച്ചു. തന്നെ സഹായിച്ച തിമിംഗലത്തിൻ്റെ പുറത്ത് കൊക്കുരുമ്മി നന്ദി പറഞ്ഞ് കുഞ്ഞിക്കിളി ദ്വീപിലേക്ക് പറന്നു. തൻ്റെ കൂട്ടുകാർ വരുന്നതുവരെ അവിടെ കാത്തിരുന്നു. നമുക്കും നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ മനുഷ്യനെയും ഉപദ്രവിക്കാതെ, അവൻ്റെ ആത്മാഭിമാനത്തെ തകർക്കാതെ നല്ലൊരു അയൽക്കാരനായി വർത്തിക്കാൻ സാധിക്കട്ടെ.